ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത്, ഒരുപാട് പേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പം തലയിണയൊക്കെ തികയാണ്ട് പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള പഴയ തലയിണ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പം പില്ലോ കവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ഷോൾസ് എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഷോളൊന്ന് നന്നായിട്ടൊന്ന് വിരിച്ച് വെച്ച് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മുടെ പില്ലോ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ പില്ലോ ഒക്കെ നല്ല പുതിയ പില്ലോ ആയിട്ട് മാറും. അതുപോലെ തന്നെ പില്ലോ കവറൊക്കെ ഇല്ലാണ്ടെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നല്ല പുതിയ പില്ലോ കവർ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള തലയണ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഷോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. രണ്ട് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെത് കുറച്ച് വലിയ ഷോളാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഷോളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതാ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഈവൺ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് രണ്ട് സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള പില്ലോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറി കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് നമ്മൾ മേലെ വെച്ച് കൊടുത്ത ഷാൾ മാറിപ്പോകും. അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പും കൂടെ ഇതിലൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബാങ്കിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോളിൻ്റെ അടിയിലേക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ആ ഒരു ബാങ്കിൾ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ കിടന്നോളും. നമ്മൾ കുട്ടികൾ എങ്ങനെ അത് വലിച്ചെടുത്താലും ആ ഒരു പില്ലോ കവർ നമ്മൾ റെഡിയാക്കിയ ആ ഒരു പില്ലോ കവർ പില്ലോയിൽ നിന്ന് മാറി വരില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പില്ലോ കവർ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പഴയ പില്ലോ ആണെങ്കിൽ നല്ല പുതിയ പില്ലോ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ ബെഡ്റൂമിൽ ഇതുപോലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായൊരു നല്ലൊരു ടിപ്പാണെന്ന് കരുതുന്നു. നല്ല ഷോൾസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ പില്ലോ കവർ ഉണ്ടാകും. അതുപോലെ തന്നെ പഴയ പില്ലോ ആണെങ്കിൽ നല്ല പുതിയ പില്ലോ ആക്കി തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. കുട്ടികളുടെ ഇതുപോലുള്ള വലിയ ഡ്രസ്സൊക്കെ നമുക്ക് ടൈലറിൻ്റെ അടുത്തൊന്നും പോവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പ്. അതുമൂലം തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് അവർക്ക് പെർഫെക്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കുറേ കൂടെ ഭംഗിയുള്ള ഡ്രസ്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ അതുപോലുള്ള വലിയ ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ബാങ്കിൾ ഇതുപോലെ കുറച്ചും കൂടെ സെൻറ്ററായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിഭാഗം ഇതുപോലെ എടുത്ത് ആ ഒരു ബാങ്കിളിൻ്റെ കറക്റ്റ് ഭാഗം നമുക്ക് എടുക്കാം. മുകളിൽ വെച്ച് കൊടുത്ത ആ ഒരു ബാങ്കിളിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക കേട്ടോ. ഡ്രസ്സിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് മുകളിൽ വെച്ച ആ ഒരു ബാങ്കിൾ ഇതുപോലെ എടുക്കാം. ഞാൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു വലിയ ക്ലോത്ത് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിന്നീട് ആ ഡ്രസ്സ് ഇടുമ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലെയിൻ ക്ലോത്ത്സൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഫ്രണ്ടിൽ ഡിസൈനൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുറേ കൂടെ നല്ല രസമാണ് പിന്നീട് ഈ ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ കേട്ടോ. ടോപ്സൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു നല്ലൊരു ഫ്ലവർ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ കാണാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുട്ടികളുടെ പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇതുപോലെ ലൂസായിട്ടുള്ള വലിയ ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ടീഷർട്ട്സിലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഇതുപോലെ ലൂസുള്ള ഡ്രസ്സുകളൊക്കെ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ലൂസുള്ള ഡ്രസ്സൊക്കെയാണ് നല്ല ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ അടിഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ വേണ്ടത് 2 സേഫ്റ്റി പിന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിഭാഗമായിട്ടാണ് ഡ്രസ്സ് തിരിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് സേഫ്റ്റി പിന്നൊന്ന് കുത്തി കൊടുക്കാം. നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഈവൺ ആയിട്ട് തന്നെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുറേ കൂടെ ഭംഗി നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സിനാണ് കേട്ടോ. അപ്പോൾ ഈവൺ ആയിട്ട് ഞാൻ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് തിരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ കുത്തി കൊടുത്ത ആ ഒരു പിന്ന് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള വള്ളിയോ അതല്ലെങ്കിൽ നല്ല ലേസൊക്കെ നമുക്ക് കടയിൽ നല്ല ഭംഗിയുള്ള കളർ ലേസസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്ന് ആ ഒരു ലേസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു സെയിം കളറിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈവൺ ആയിട്ട് നമ്മൾ കുത്തി കൊടുത്ത ആ ഒരു പിന്നിൻ്റെ സൈഡിലൂടെ ഇതുപോലെ നമുക്ക് ഈവൺ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലൂസായ ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ എത്ര ലൂസായിട്ടുള്ള ഡ്രസ്സാണെങ്കിലും അറിഞ്ഞു വരില്ല, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ പുറകിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ അവിടെ പിന്നെ ഇരിക്കുന്ന പോലെ അറിയില്ല, നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ. എത്ര ലൂസുള്ള ഡ്രസ്സാണെങ്കിലും നല്ല ടൈറ്റായിട്ട് തന്നെ പിന്നീട് അത് മാറിക്കോളും. അപ്പോൾ ടൈലർക്കൊന്ന് പോവാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. മാർക്കറ്റിലൊക്കെ ഇതുപോലുള്ള ഷേപ്പ് വേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് വേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നതുകൊണ്ട് നമുക്ക് കുടവയറുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് അറിയാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് വെയർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലെ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ലെഗിൻസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് സൈസിലുള്ളത് എടുക്കരുത്, കുറേ കൂടെ ചെറിയ ലെഗിൻസ്. അപ്പോഴാണ് നല്ല ഫിറ്റായിട്ട് നമുക്ക് നല്ല ഷേപ്പായിട്ട് ആ ഒരു ഡ്രസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറേ കൂടെ ചെറിയ ലെഗിൻസ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ എലാസ്റ്റിക്കൊക്കെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു ലെഗിൻസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ലെഗിൻസിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പായിട്ട് നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എത്രത്തോളം ഇറക്കമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുടവയറുള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെയർ ചെയ്യുവാണെങ്കിൽ അത് അറിയാണ്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമുക്കുണ്ടാവും. കുടവയറുള്ളവർക്ക് എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും അത് പുറത്തേക്ക് വൃത്തികേടായിട്ട് കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പേഴ്സ് ധരിക്കുവാണെങ്കിൽ പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലെഗിൻസ് അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു നല്ല ഷേപ്പ് വേഴ്സാണ്. കടയിൽ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്നേക്കാളും നല്ലത് വീട്ടിൽ ഇതുപോലെ പഴയ ലെഗിൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റെഡിയാവുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടൈറ്റിലാണോ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് വെയർ വേണ്ടത് അവരവരുടെ സൈസിനനുസരിച്ച് കുറേ കൂടെ നല്ല ടൈറ്റിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തും അടിഭാഗത്തും അതുപോലെ തന്നെ ഈവൺ ആയിട്ട് രണ്ട് സൈഡിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല കുടവയറുള്ളവരാണെങ്കിൽ കുറേ കൂടെ നല്ല ടൈറ്റായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇടുന്ന ഡ്രസ്സിൻ്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രസ്സും കൂടെ വെയർ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. നിങ്ങൾ ഇടുന്ന ഡ്രസ്സിൻ്റെ അടിഭാഗത്തായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നിങ്ങളിപ്പോൾ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ ഇൻസ്കേർട്ടിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ ഒരു ചുരിദാറാണെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ ഇതുപോലെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ബനിയൻ ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷേപ്പേഴ്സ് ചിലപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വെയർ ചെയ്യുമ്പോൾ. ഇതുപോലുള്ള ബനിയൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ അടുത്ത് തയ്യൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിലെ തയ്യൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തത് തയ്യൽ മെഷീൻ ഉള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുടവയറുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പായിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.